പി.വി. അൻവർ ഇന്ന് രേഖകളടക്കം മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയുണ്ടായതിനു ശേഷം മുഖ്യമന്ത്രി എന്ത് ഉറപ്പ് നൽകി, എന്ത് മറുപടിയാണ് പറഞ്ഞത് എന്നും പി.വി. അൻവർ വ്യക്തമായി പറയുകയുണ്ടായില്ല. അതായത് പി വി അൻവറിനോട് നമ്മൾ ആവർത്തിച്ച അവസാന ചോദ്യം അതായിരുന്നു. അവസാന ചോദ്യം പി വി അൻവറിന്റെ തൊട്ടടുത്ത് നിന്നാണ് നമ്മൾ ചോദിച്ചത്. പി വി അൻവർ കേൾക്കാതിരുന്നതല്ല, പക്ഷേ അതിന് മറുപടി പറഞ്ഞില്ല. നേരത്തെ പറഞ്ഞതുപോലെ MLA ഹോസ്റ്റലിൽ നിന്നും ആ ഉദ്യോഗസ്ഥൻ നിന്ന് സംസാരിച്ചതിന് ശേഷം മടങ്ങാൻ നിൽക്കുമ്പോഴാണ് പി വി അൻവറിനോട് അത് ചോദിച്ചത്. കയ്യിൽ കുറേ അധികം രേഖകളുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ചില ഓഡിയോ സന്ദേശങ്ങൾ അടക്കമുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. ADGPയുടെ അടുത്ത ബന്ധുക്കൾ മറ്റാരോമായി സംസാരിക്കുന്നതിന്റെ ചില തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് കൈമാറിയിട്ടുണ്ടോ മുഖ്യമന്ത്രിക്ക് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ എന്തായാലും മുഖ്യമന്ത്രി പി വി അൻവർ തയ്യാറായിട്ടില്ല. അതിന് മറുപടി പറയാതെ കടന്നു പോവുകയാണ്. ഒരു നിരാശ പി വി അൻവറിനുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒന്നാം ഘട്ടം അവസാനിച്ചു എന്ന് ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച പി വി അൻവർ ഇനി നമ്മളെ കാണുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം, മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോഴെന്തായാലും മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പി വി അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. പി വി അൻവർ രണ്ടാം ഘട്ടം തുടങ്ങുന്നില്ല, ഈ വെളിപ്പെടുത്തലുകളുടെ രണ്ടാം ഘട്ടം തുടങ്ങുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതാണ് പി വി അൻവർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. തൻ്റെ ദൗത്യം പൂർണ്ണമായി എന്ന് പറഞ്ഞാണ് പി വി അൻവർ ഇപ്പോൾ മടങ്ങുന്നത്. ആ ദൗത്യം പൂർണ്ണമായി. ഇനി അത് പാർട്ടിയെ ഏൽപ്പിക്കുന്നു, സർക്കാരിനെ ഏൽപ്പിക്കുന്നു, മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കുന്നു. ഇനി അവർക്ക് അന്വേഷിക്കാം, അവർക്ക് കണ്ടെത്താം എന്ന് പറയുമ്പോൾ എന്താണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്നലെ വരെ ഈ നിലപാടായിരുന്നില്ല. ഇന്നലെ വരെ പോരാട്ടത്തിന്റെ ശൗര്യം, അൻവറിന്റെ ശൗര്യം ഇതായിരുന്നില്ല. അൻവർ നേർക്ക് നേർ നിന്ന് പോരാടിയത് പി ശശിയോടാണ്. അൻവർ നേർക്ക് നിന്ന് പോരാടിയത് ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും ശക്തനായ സൂപ്പർ DGP എന്ന് വിശേഷിപ്പിക്കുന്ന ADGP MR കുമാറിനോടാണ്. അങ്ങനെയുള്ള പോരാട്ടവും ദൗത്യം ഇവിടെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞ പി വി അൻവർ മടങ്ങുമ്പോൾ ഇനി എന്താകും അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഭാവി എന്ന കാര്യത്തിലാണ് ഏവർക്കും സംശയമുയരുന്നത്. നിലവിൽ എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറാവാതെ അൻവർ മടങ്ങുകയാണ്. ഇനിയിപ്പോൾ സർക്കാരും പാർട്ടിയും ഒക്കെ അന്വേഷിക്കട്ടെ എന്ന നിലപാടിലേക്ക് പി വി അൻവർ മയപ്പെടുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ ചർച്ച പി വി അൻവറിന്റെ ആരോപണങ്ങളിലും പി വി അൻവറിന്റെ പോരാട്ടത്തിലെ ശൗര്യം കുറയ്ക്കുന്നതിലുമെല്ലാം നിർണായകമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മോത്തി അമൽ, MLA ഹോസ്റ്റലിലേക്ക് വന്ന പി.വി. അൻവർ KT ജലീലുമായും കൂടിക്കാഴ്ച നടത്തിയല്ലോ. ഇവിടെ നിന്നും MLA ഹോസ്റ്റലിലേക്ക് പി വി അൻവർ നേരത്തെ എത്തിയതാണ്. അവിടെ നിന്നും പിന്നീട് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതിന് തൊട്ട് മുന്നോടിയായി KT ജലീൽ കാരാട്ട് റസാഖ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ നിരുപാധിക പിന്തുണ നൽകുകയാണ് പി വി അൻവറിന്. സ്വാഭാവികമായും അവർ പരസ്യ പ്രതികരണവുമായി പോലും രംഗത്തെത്തുന്നു. കാരാട്ട് റസാഖൊക്കെയാണ് എങ്കിൽ അതിശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശശിക്കെതിരെ ഉന്നയിക്കുന്നത്. അങ്ങനെ ഉള്ള കാരാട്ട് റസാഖ് അടക്കമുള്ളവർ രംഗത്ത് വരുന്നു. ആ കൂട്ടത്തിലുള്ള ഒരാളാണ് KT ജലീലുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രിയെ കാണാനായി സെക്രട്ടേറിയറ്റിലേക്ക് പി വി അൻവർ എത്തിയത്. ആ സമയത്തും KT ജലീൽ ഉണ്ടായിരുന്നു. ആദ്യം KT ജലീലാണ് മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അതിനുശേഷമാണ് പി വി അൻവറിന്റെ വരവ് നമ്മൾ കണ്ടത്. പി വി അൻവർ രണ്ടാമതാണ് ഈ MLA ഹോസ്റ്റലിലേക്ക് എത്തുന്നത്. ആദ്യം ജലീൽ എത്തിയിരുന്നു. അതിനുശേഷം ഇരുവരും തമ്മിൽ വീണ്ടും സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് പി വി അൻവർ താഴേക്ക് ഇറങ്ങി വരുന്നതും ഇവിടെ പുറത്തു നിന്ന മാധ്യമങ്ങളോട്, MLA ഹോസ്റ്റലിന് പുറത്ത് കാത്തു നിന്ന മാധ്യമങ്ങളെ അകത്ത് കയറ്റി അകത്ത് നിന്ന് സംസാരിക്കാമെന്ന് പറയുന്നതും ആ സംസാരം ഇടയിൽ തടസ്സപ്പെടുന്നതും ആ തടസ്സപ്പെടലിന്റെ കാരണം എന്താ എന്നുള്ളത് കൂടി ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും ചെവിയിൽ വന്ന മന്ത്രിക്കുകയാണ് ഈ മാധ്യമങ്ങളോടുള്ള സംസാരം അവസാനിക്കണമെന്നൊരു ഉദ്യോഗസ്ഥൻ. അതിനുശേഷം പി വി അൻവർ ആ സംസാരം അവസാനിപ്പിച്ച് അകത്തേക്ക് മടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. മോത്തി, കർശനമായ നിയന്ത്രണം അല്ലെങ്കിൽ പുറത്ത് ഇനി ഒന്നും പറയാതിരിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം, കർശന നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടാവണം എന്ന് കരുതാമോ? നിർദ്ദേശം പാർട്ടിയിൽ നിന്നുണ്ടായിരിക്കണം. അല്ല എങ്കിൽ ഒരുപക്ഷെ രണ്ട് തരത്തിലാണ്. ഒന്നുകിൽ കൃത്യമായ നിർദ്ദേശം അൻവറിനോട് ഇനി അധികം മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള തരത്തിൽ ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ രണ്ടാമത്തെ ഇവിടെ അകത്തുള്ള സംസാരം അവസാനിപ്പിച്ചത് നമ്മൾ ഒരു രാഷ്ട്രീയ ഇടപെടലായി കാണണമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം സാധാരണ നിലയിൽ MLA ഹോസ്റ്റലിനകത്തും നിയമസഭാ കോമ്പൗണ്ടിനകത്തുമൊക്കെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. MLA-മാരുടെ അനുവാദത്തോടു കൂടി മാത്രമേ നമുക്ക് അകത്തേക്ക് കടന്നു പോകാൻ കഴിയൂ. നമ്മളിപ്പോൾ ചർച്ചയ്ക്കൊക്കെ MLA-മാർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ മുറിയിലാണ് ക്യാമറ വെച്ച് അവരെ ചർച്ചയ്ക്ക് ഇരുത്താറ്. അല്ലെങ്കിൽ MLA-മാരുടെ അനുവാദത്തോടു കൂടി നമുക്ക് ഇതിന് അകത്തേക്ക് കടക്കുകയും അവരുടെ പ്രതികരണം എടുക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ അങ്ങനെയാണ് അകത്തേക്ക് കടന്നത്. MLA-യുടെ അനുവാദപ്രകാരം, MLA നിർദ്ദേശിച്ചത് പ്രകാരമാണ് മാധ്യമങ്ങൾ ക്യാമറയുമായി അകത്തേക്ക് എത്തി ഇതിന്റെ പുറത്തേക്ക്, അതും മാധ്യമങ്ങളുടെ ഫ്രെയിം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ MLA ഹോസ്റ്റലിനെ ബാധിക്കുന്ന, അതിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തു പോകാൻ പരുവത്തിനുള്ള ഒരു ഫ്രെയിം പോലും ആയിരുന്നില്ല. പുറകിലത്തെ മതിൽ മാത്രം കാണുന്ന ഒരു ഫ്രെയിം ആയിരുന്നു. അതിന് തൊട്ടിപ്പുറ റോഡാണ്. ഒന്നും പ്രത്യേകിച്ച് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ അവിടെ നിന്നും MLA സംസാരിക്കുമ്പോൾ MLA-യുടെ അനുവാദ
ഉത്തരവാദിത്തോടു കൂടി മാധ്യമങ്ങൾ അകത്തേക്ക് കയറി സംസാരിക്കുന്ന സമയത്ത് പോലും ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. MLA-യുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം വേഗത്തിൽ അവസാനിപ്പിച്ച് MLA മടങ്ങുകയാണ്. എന്തൊക്കെയോ കൂടി MLA-ക്ക് പറയണമെന്നുണ്ടായിരുന്നു. കൂടുതൽ വിശദീകരണം ശരി, MLA-ക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിൻ, ഒരു വലിയ പ്രതീക്ഷയുമായി പലരും നോക്കിക്കണ്ട ഒരു കാര്യമാണ്. മുഖ്യമന്ത്രിയുമായി നേരിട്ട് കാണുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു, എല്ലാ വിവരങ്ങളും മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നു, രേഖാമൂലം പരാതിപ്പെടുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വളരെ തണുപ്പൻ മട്ടിലാണ് PV അൻവർ MLA തിരികെ വരുന്നത്. പോരാട്ട വീര്യത്തോടെ പോയി തിരിച്ച് വളരെ തണുപ്പനായി തിരിച്ചു വരുന്ന ഒരു കാഴ്ച. അത് തന്നെയാണ് മോത്തി. നമ്മൾ എന്താണോ PV അൻവർ MLA-യുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചു അത്തരത്തിലൊരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. അദ്ദേഹം ഇന്നലെയും കഴിഞ്ഞ ദിവസമായി ഉണ്ടാക്കി വെച്ച ഒരു പോർ വീര്യമൊക്കെ തന്നെ ചോർന്ന നിലയിലാണ് അദ്ദേഹത്തെ നമുക്കിപ്പോൾ കാണാൻ സാധിച്ചതെന്നാണ് എടുത്തു പറയേണ്ടത്. ഇന്ന് രാവിലെയും, അതായത് ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയോട് ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് MLA ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. ആ കാര്യം കൂടി മുഖ്യമന്ത്രിയോട് ചൂണ്ടിക്കാട്ടും. അതിനുശേഷമായിരിക്കും തന്റെ പക്കലുള്ള തെളിവുകളൊക്കെ മുഖ്യമന്ത്രിയെ കാണിക്കുക എന്നാണ് ഇന്ന് രാവിലെ പോലും MLA-യുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തിയ PV അൻവർ MLA നേരെ വിപരീതമായുള്ള ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പോരാട്ട വീര്യമൊക്കെ തന്നെ ചോർന്നത്. അതായത് ഒരു സഖാവ് എന്ന രീതിയിലുള്ള തന്റെ ഉത്തരവാദിത്തം താൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്, ഇനിയെല്ലാം തീരുമാനിക്കേണ്ട പാർട്ടിയും സർക്കാരുമാണ് എന്നുള്ള ഒരു തരത്തിലുള്ള മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ആ ഒരു തീരുമാനം സ്വീകരിക്കേണ്ട ആളാണ് PV അൻവർ MLA ആയിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ മാധ്യമങ്ങളിലൂടെ ആയിരിക്കില്ല ആദ്യം ഇക്കാര്യങ്ങൾ, അതായത് അദ്ദേഹം പൊതുസമൂഹത്തോട് ചൂണ്ടിക്കാണിച്ച ഈ ആരോപണങ്ങളൊക്കെ തന്നെ വരാം. PV അൻവർ MLA ആദ്യം മാധ്യമങ്ങളെ കാണുന്നു, വിവരങ്ങൾ മുഴുവൻ പറയുന്നു, ഗുരുതരമായ ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നു. അതിനുശേഷമാണ് രേഖകളോടുകൂടി മുഖ്യമന്ത്രിയെ കാണുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ കണ്ടാൽ തന്നെ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു വിലക്കുണ്ടാവുമോ, പാർട്ടി ഇടപെടുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കണം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം അതുകൊണ്ടായിരിക്കാം മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിക്കാൻ PV അൻവർ MLA ശ്രമിച്ചതും. ഇനിയും ഏറെ പറയാനുണ്ട്, ഇനിയും ഒരുപാട് രേഖകളും തെളിവുകളും കൈവശമുണ്ട് എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പുറത്തിറങ്ങിയ ശേഷം പോരാട്ടം അവസാനിച്ചതായാണ് പറയുന്നത്.